ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ലൂപ്സ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ ഫോർ ലൂപ്പ് നോക്കി, ഫോർ ഇൻ ലൂപ്പ് നോക്കി, ഫോർ ഈച്ച് ലൂപ്പ് നോക്കി, ആൻഡ് എങ്ങനെയാണ് ലിസ്റ്റിലൂടെ ഐട്രേറ്റ് ചെയ്ത് നോക്കി. ഓക്കെ. വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്ന് പറയാനുണ്ട്, അതേപോലെ ഡു വൈൽ ലൂപ്പ് എന്താണെന്ന് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് എന്താണെന്നൊക്കെയാണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വൈൽ ലൂപ്പ് ഫോർ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഹൗ മെനി ടൈംസ്, അല്ലെങ്കിൽ എത്ര തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്ര തവണ എക്സിക്യൂട്ട് ആവും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, 1 to 10 നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വി നോ സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയാം, എൻഡിങ് പോയിന്റ് അറിയാം. ദെൻ അതേപോലെ നമുക്ക് റേഞ്ച് ഓഫ് നമ്പേഴ്സ് പറയുകയാണ്, അതായത് 50 ഈവൻ നമ്പേഴ്സ്, നമുക്ക് ഫസ്റ്റ് 50 ഈവൻ നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഗോയിങ് ടു എക്സിക്യൂട്ട് എന്നുള്ള കാര്യം. പക്ഷേ വൈൽ ലൂപ്പിൽ അങ്ങനെയല്ല. വൈൽ ലൂപ്പിൽ നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് അറിയില്ല എത്ര തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈൽ ലൂപ്പ് ഉപയോഗിക്കുക. ആൻഡ് ദിസ് വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ് അൺടിൽ ദ കണ്ടീഷൻ ഈസ് ട്രൂ. എത്രത്തോളം കാലം ആ കണ്ടീഷൻ ട്രൂ ആണോ അത്രത്തോളം കാലം എന്ത് ചെയ്യും, ലൂപ്പ് ബോഡി വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ്. അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ കമൻറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. സിൻടാക്സ് എന്ന് പറയുന്നത്, obviously the keyword is while, then you can specify the condition, then the loop statements, then and inside this you can have loop statements, and don't forget to increment or decrement. Okay, and this is the syntax. ഓക്കെ. ആൻഡ് ഇവിടെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, നിങ്ങൾ ഇതിനുള്ളിൽ കയറും, എക്സിക്യൂട്ട് ആവും. ഓർ ദിസ് ടൈപ്പ് ഓഫ് ലൂപ്പ് ഈസ് കോൾഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്ന് വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ യു വിൽ ഗെറ്റ് ആക്സസ് ടു ദിസ് ബ്ലോക്ക്. ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ലൂപ്പ് ബോഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവും. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും, എപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആവുന്നു അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവും. ഇത്തരം ലൂപ്പുകൾ നമ്മൾ വിളിക്കുന്ന പേര് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്സ്, അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് എന്ത് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. എനിക്ക് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഇൻറ്റ് i ഈക്വൽ ടു 1 എന്ന് ഞാൻ എഴുതി. ദെൻ ഞാനൊരു വേരിയബിൾ, ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഐ നീഡ് ടു പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 1 to 10. ഓക്കെ. ഓർ സം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫോർ ലൂപ്പ് എഴുതിയപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നു, നമ്മൾ ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ എഴുതിയിരുന്നു. നോ ഇറ്റ് ഈസ് വൈൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 10, then I need to print that I. It's not printf, it's actually print I. Then close this bracket, and before that you need to increment this I, then close the bracket. Okay. And it's very simple, and don't forget to add this increment or decrement. ഇത് ചെയ്യാതിരിക്കരുത്, അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ് ലൂപ്പായിട്ട് പോകും. ഇനി ഞാനിതൊന്ന് റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, call the dot compiler, then main dot. Okay, now we'll get 1 to 10. And what if I forgot to add this thing? ഇത് ഞാൻ ആഡ് ചെയ്തില്ല. എന്നിട്ട് ഞാനിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ again let's run this. Now you can see it's infinite. ഇത് എന്ത് ചെയ്തിട്ടില്ല, എൻഡ് ആയിട്ടില്ല, അങ്ങനെ പോവാണ്. ഇതിന് എങ്ങനെ ബ്രേക്ക് ചെയ്യും, Ctrl+C പ്രസ് ചെയ്താൽ മതി. ഓക്കെ, you can come out of this infinite loop. Okay. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി വർക്കിംഗ് വിത്ത് വൈൽ ലൂപ്പ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഒറ്റ കാര്യം ഓർക്കുക, ഇതിന് ഇനീഷ്യലി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, ദെൻ എന്ത് ചെയ്യാണ്, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ആഡ് ദിസ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഡു വൈൽ ലൂപ്പ് ആണെങ്കിലും എന്തായിരിക്കും ഡിഫറൻസ്? ഇറ്റ്സ് വെരി സിമ്പിൾ. ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് സെയിം, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഒരു കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ലൂപ്പ് ബോഡി വിൽ ഗെറ്റ് എക്സിക്യൂട്ടഡ് ഈവൻ ഇഫ് അറ്റ്ലീസ്റ്റ് വൺസ്, ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്.
കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും എന്ത് ചെയ്യും, ബോഡി എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ സിൻടാക്സ് വരുന്നത്, ഞാൻ ഇതൊന്ന് കളയുന്നുണ്ട്, ഇതിന്റെ സിൻടാക്സ് വരുന്നത് ഡു എന്നായിരിക്കും സിൻടാക്സ് വരിക. ദെൻ ഓപ്പൺ ദ ബ്രേസസ്, ദെൻ ഇവിടെ എന്ത് ചെയ്യും, യു ഹാവ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ ഇനി ഇത് എങ്ങനെയായിരിക്കും, വൈൽ ദാറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, ഇവിടെ എക്സ്പ്രഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടീഷൻ എന്നാക്കാം. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇറങ്ങി പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി ചെക്കിംഗ് ദ കണ്ടീഷൻ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതും, ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് കളയുന്നുണ്ട്, ഒന്നുകൂടി എഴുതുകയാണ്. So let me declare that int again, int I equal to 1. Okay, then do എന്ന് ഞാൻ കോൾ ചെയ്തു. do എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് പ്രിന്റ് ദാറ്റ് I പ്രിന്റ് ചെയ്തു. ഓക്കെ, റൈറ്റ് നൗ I is 1 പ്രിന്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, I ഇൻക്രിമെന്റ് ചെയ്തു. ഓക്കെ, ഇത് എത്ര നേരം ചെയ്യണം, പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം I less than or equal to 10. Okay, and don't forget the semicolon. At the end of this thing, you need to put a semicolon like this. ഇവിടെ semicolon എന്ത് ചെയ്യണം, ഇട്ടിരിക്കണം. അപ്പോൾ ഇനി നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൻഡ് ഇവിടെ നമ്മൾ വന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം 1 to 10. ആൻഡ് ഇവിടെയും ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. ഇത് ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം, ക്ലിയർ സ്ക്രീൻ. ഓക്കെ, നൗ യു വിൽ ഗെറ്റ് ദാറ്റ് ഇൻഫൈനൈറ്റ് ലൂപ്പ്. അപ്പോൾ ഇതിന്ന് പുറത്ത് വരണമെങ്കിൽ Ctrl+C, then end that job and clear screen. And let me zoom this a bit. ഓക്കെ, ഇത്തിരി സൂം ചെയ്തു ഒന്നുകൂടി വലുപ്പത്തിൽ കാണാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡു വൈൽ ലൂപ്പ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട്, ലൂപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യം. അതിലൊന്നാണ് ബ്രേക്ക് എന്ന് പറയുന്നത്, വേറൊന്ന് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ, ദീസ് തിങ്സ് ആർ ആക്ച്വലി കോൾഡ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ ആക്ച്വലി പറയുന്നത്. അപ്പോൾ ഇത് എന്തായിരിക്കും, നമുക്കൊരു ലൂപ്പിനകത്തു നിന്നൊരു പ്രിമച്വർ എക്സിറ്റ് വേണം. അത്തരം കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ബ്രേക്ക് ഓർ കണ്ടിന്യൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐട്രേഷൻ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, യു നീഡ് ടു ഡു സംതിങ്. അത്തരം കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രേ ഉള്ളൂ. ബ്രേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ബ്രേക്ക് ഔട്ട് ഓഫ് ദ ലൂപ്പ്, അതായത് ലൂപ്പ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാം. കണ്ടിന്യൂ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സ്കിപ്പ് സം ഐട്രേഷൻ. ഒരു ഐട്രേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സ്കിപ്പ് ദാറ്റ്. അപ്പം ഇതാണ് ഇതിന്റെ യൂസേജ്. അപ്പോൾ പ്രിമച്വർ എക്സിറ്റിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്രിമച്വർ മീൻസ് അത് മെച്വർ ആവുന്നതിന് മുമ്പ്, കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്. പ്രിമച്വർ എക്സിറ്റിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ദെൻ ഒരു ഐട്രേഷനൊക്കെ സ്കിപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കണ്ടിന്യൂ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇത് എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക, ആൻഡ് ഇതിന്റെ സിൻടാക്സ് സിമ്പിൾ ആണ്, ബ്രേക്ക് എന്നുള്ള ഇതാണ് അതിന്റെ സിൻടാക്സ്, ബ്രേക്ക്. ഓക്കെ, ദെൻ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. എനിക്ക് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണം, പക്ഷേ 5 എന്നൊരു സാധനം അല്ലെങ്കിൽ 5 എന്നൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യും വേണം. അപ്പോൾ ഇതെങ്ങനെ എഴുതും, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമ്മൾ ഇമാജിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ ഇൻറ്റ് I equal to 1, I less than or equal to 15 എന്ന് ഞാൻ എഴുതി, I ++ എന്ന് എഴുതി. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് ദാറ്റ് I പ്രിന്റ് ചെയ്തു. ഇതിന്റെ ഉത്തരം നമുക്കറിയാം, എന്ത് 1 മുതൽ 15 വരെ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. പക്ഷെ എനിക്ക് ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ എഴുതണ്ടേ, ഇഫ് I equal to 11 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, I need to break out of this. ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യാം, ഇതൊന്ന് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് തിങ്. ഇതെന്തായിരിക്കും ചെയ്യുക, ഓരോ ഐട്രേഷനിലും ചെക്ക് ചെയ്യും I 11 ആണോ, അല്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. പിന്നെ എന്ത് ഇത് പ്രിന്റ് ചെയ്യും. ദെൻ പിന്നെ എന്ത് ചെയ്യും, അങ്ങനെ ഓരോന്ന് ചെയ്യും. I equal to 11 ആയി വരും. 10 കഴിഞ്ഞ് 1 കൂട്ടി 11 equal to 11 ആണ്. അതുകൊണ്ട് നേരെ ഇവിടെ കയറും ആൻഡ് ബ്രേക്ക്. ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ പ്രിന്റ് സംതിങ്. ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ബ്രേക്കിംഗ് എന്ന് എഴുതി.
I is now 11. ഓക്കെ, ഇങ്ങനെ എഴുതി. ആൻഡ് ലെറ്റ്സ് റൺ ദിസ്. ഇവിടെ ഞാൻ കൺസോൾ എടുത്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, റൺ ചെയ്യാണ്. നൗ യു ക്യാൻ സി 1 2 3 അപ് ടു 10 ആൻഡ് ഇറ്റ്സ് ബ്രേക്കിംഗ്. അതിന് 11 ആയപ്പോൾ എന്ത് ചെയ്തു, ഇറ്റ്സ് ആക്ച്വലി ബ്രേക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ബ്രേക്ക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ, വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രേക്കിംഗ് എന്ന് മനസ്സിലായല്ലോ, അല്ലെ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായി. ഇതിന് കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം അല്ലേ. അതായത് ഇത് നമ്മൾ സാധാരണ സ്വിച്ചിലൊക്കെ ഉപയോഗിച്ചിരുന്നു. സ്വിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു കണ്ടീഷൻ മാച്ച് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒരു കോഡ്, കഴിഞ്ഞ ദിവസം എഴുതിയ കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കാണാം. സി നൗ യു ക്യാൻ ഹിയർ, ഇവിടെ കണ്ടോ നമ്പർ ഓഫ് മന്ത് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. സ്പെല്ലിംഗ് തെറ്റുണ്ട്, ഡോണ്ട് വറി. മന്ത് എന്നുള്ള സ്പെല്ലിങ് ഇതല്ലല്ലോ, ഇതാണ്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, കേസ് ചെക്ക് ചെയ്യണം. 5 എന്നാണ് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കൊടുത്തത്. ഇനി ഓരോ കേസ് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യണം. കേസ് 1, അതായത് ഈ മന്ത് 1ാമത്തെ മാസമാണോ, അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇത് കിട്ടില്ല. നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്. അപ്പോൾ ഇവിടെ കണ്ടോ, അതായി കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ബ്രേക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഉപയോഗിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദ അതർ തിങ്, കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? കണ്ടിന്യൂ എന്ന് പറയുന്നത് നമ്മളത് ബ്രേക്ക് ചെയ്യുന്നില്ല, യു ക്യാൻ സ്കിപ്പ് ദാറ്റ് ഐട്രേഷൻ. ഇതിന് പകരം ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഐ ക്യാൻ ഡു സംതിങ് ലൈക്ക് ദിസ്, കണ്ടിന്യൂ എന്ന് ഞാൻ എഴുതി. ഓക്കെ, ആൻഡ് ഇത് ഞാൻ മാറ്റിയിട്ട് സ്കിപ്പിംഗ് എന്ന് ഞാൻ ആക്കി. നൗ ലെറ്റ്സ് റൺ ദിസ്. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റൺ ദിസ്. നൗ യു ക്യാൻ സി ഇവിടെ എന്ത് ചെയ്തു, 1 2 3 4 5 6 7 8 9 10 വന്നു. ആൻഡ് 11 ഈസ് നോട്ട് ഹിയർ. അതിന് പകരം എന്ത് ചെയ്തു, ആൻഡ് വി ജസ്റ്റ് പ്രിന്റ് ആഡ് എ സ്റ്റേറ്റ്മെന്റ് ഹിയർ. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ എന്ത് വരില്ല, 10 കഴിഞ്ഞ് പിന്നെ 12 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ എന്താണ് ചെയ്തത്, കണ്ടിന്യൂ എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഇതെന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു ഐട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ സ്കിപ്പ്. ഇത് നിങ്ങൾക്ക് വൈൽ ലൂപ്പിന്റെ കൂടെ ഉപയോഗിക്കാം, ഫോർ ലൂപ്പിന്റെ കൂടെ ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച് ഫോർ ലൂപ്പിന്റെ കൂടെയാണ്, സ്വിച്ചിന്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെരി സിമ്പിൾ ആണ്. ദിസ് തിങ് ഈസ് കോൾഡ് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ കോമൺലി ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിത് എഴുതാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇന്റൻഷനലി നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് ഓഫ് ദ ലൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അതല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു സ്വിച്ച് സ്കിപ്പ് ആൻ ഐട്രേഷൻ യു ക്യാൻ ഡു ദിസ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് നമ്മളുടെ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലൂപ്സിന്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ഇനി ഇത് കൂടുതൽ നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ അത് ചെയ്ത് നോക്കണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എക്സാക്ട്ലി ലൂപ്സ് ഉപയോഗിച്ച് എസ്പെഷ്യലി ഒരു കളക്ഷനകത്തുകൂടി ഐട്രേറ്റ് ചെയ്യുന്നതും അതിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മാപ്പ്, ലിസ്റ്റിനെ മാപ്പ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഡോട്ട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ കഴിയും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ.